ഇതിപ്പോൾ ഞാനൊരു 10 വർഷം ഈ മേഖലയിൽ വന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് പാമ്പെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ പേടിയാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെച്ച് ചേര സാരിക്കകത്തൊക്കെ ഒന്ന് റൗണ്ടടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത്ര പാനിക് സിറ്റുവേഷനാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു പോരായ്മ കൂടെ പറയേണ്ടതുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മുടെ വീട്ടിൽ എലി ഉണ്ടെങ്കിൽ പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന ജോലിയൊന്നും വീട്ടിലൊന്നും അത്ര വൃത്തിയും വെടുപ്പിലൊന്നും അല്ല. ഇവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ട ഏകദേശം അവർക്ക് ധാരണയുണ്ട് നമ്മൾ അത്രയൊന്നും നല്ല വൃത്തിയിലൊന്നും അല്ല നമ്മുടെ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ പോരായ്മയാണ്. അതിപ്പോൾ പറയുന്നതിൽ കുഴപ്പമില്ല. ഓൾമോസ്റ്റ് വീട്ടമ്മമാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇന്ന് മുതൽ ഞാൻ അതിനുള്ളൊരു പരിശ്രമം എടുക്കും. കാരണം എനിക്ക് അതിന് ഭയമാണ് എപ്പോഴും. കാരണം അച്ഛനൊക്കെ പ്രായമായിട്ടുള്ളവരാണ്. അവർക്കൊരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിരുന്നാലും പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഒരു പഞ്ചായത്ത് ഒരു ഭരണകർത്താക്കൾ ഇങ്ങനെ ഒരു എന്താ പറയുക പാമ്പും ഇങ്ങനെ വനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചത്. ഞാൻ ജസ്റ്റ് 10 മിനിറ്റ് വന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വന്ന ഞാൻ ഇത്രയും സമയം ഇരുന്നെങ്കിൽ നിങ്ങളെ കണ്ടക്ട് ചെയ്ത പരിപാടിയും ആ പ്രോഗ്രാമിനെ അദ്ദേഹം അവതരിപ്പിച്ച രീതിയുമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. അത് പറയേണ്ടതുണ്ട്. കാരണം കുടുംബശ്രീയുടെ പ്രവർത്തകർ ഇപ്പോഴും 80% സേവന നിരതരായിട്ടുള്ളവരാണ്. അതിനകത്ത് വേതനത്തിൻ്റെ കാര്യം വളരെ കുറവാണ്. അപ്പം നമ്മളുടെ ജീവനാണ് പ്രാധാന്യമുള്ളത്. എൻ്റെ പേഴ്സണൽ അനുഭവം കൂടി പറയാം. നമ്മുടെ വീടുകളിൽ പാമ്പുകടി ഏറ്റു മരിച്ച ഒരുപാട് റിലേറ്റീവ്സ് നമുക്കുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ് എടുത്തു തന്ന അദ്ദേഹത്തിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ പേരിലുള്ള സ്നേഹാദരവ് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഫാക്കൽറ്റി എന്ന നിലയിൽ ഈ ക്ലാസ് നോക്കിയിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ പഞ്ചായത്തുകളിലേക്കും ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചാർലി വർഗീസ് സാറിനോടുള്ള സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ 3 പഞ്ചായത്തുകളിലേക്കും നല്ല ഹൃദയപൂർവ്വം ഏറ്റവും ബഹുമാനത്തോടെ പ്രോഗ്രാമിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന് കമ്മ്യൂണിറ്റി കൗൺസിലർ എന്ന നിലയിൽ പ്രീത ചേച്ചിയോടുള്ള സ്നേഹം എസ്പെഷ്യലി ചെയർപേഴ്സണോടും അത് അറിയിക്കുകയാണ്. എന്തായാലും സന്തോഷം. ഇങ്ങനൊരു പ്രോഗ്രാമിനെ പ്രോഗ്രസീവായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഏറ്റവും അഭിമാനത്തോടെ കാണുകയാണ്. അത് പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലുണ്ടാകുന്നൊരു വിഷമം ഇതാണ്. അപ്പം നമ്മുടെ സന്തോഷവും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.